അമ്മച്ചിയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ? മതി. 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡി ആയിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയെയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞു വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണേന്ന് മാത്രമാ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മടുത്തു ഈ അഭിനയം. അത് പല മുറികളിൽ പലരോടത്ത് അന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തനോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപൂറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽപ്പെട്ടവളമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ? സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലൊക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടി ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയൊക്കെ വേണമെങ്കിൽ രമണി കൊണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കാണ്ട് തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും. ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട. അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി. പാലായ്ക്ക് കൊണ്ടുപോയാ പിന്നീടുള്ള പോക്ക് വരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീയും കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പൊയ്ക്കോളാം. അമ്മച്ചി വരണ്ട, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ്. ചെക്കപ്പിന് ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും, പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും, നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല 3.5 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ വെറുതെ സാന്ദ്ര,
ചന്ദ്ര, ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. ആ നാൻസി, എന്താ ഇവിടെ? എന്തു പറ്റിയത്? പടിയിറങ്ങിയപ്പോ അല്ല വാതിലിൽ തട്ടി വീണതാ. അതൊന്നുമല്ല. എന്താ ഉണ്ടായത്? സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാലോ മറ്റത്തെ തണ്ണിച്ചെന്നെ എടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും. മിണ്ടി പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. പോളച്ചെയ്തെന്ന് പറഞ്ഞില്ലേ? പൊളച്ചും വീട്ടിലില്ല, വെള്ളം കണ്ണിക്ക് പോയിരിക്കുക. അന്ന് സണ്ണിച്ചാന്റെ കല്യാണത്തിന് കൊയറ് പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചാനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. അത് 1,00,000 മതി. പക്ഷെ വേറെ കാര്യമുണ്ട്, പറയാം. ടോമിയോട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. പ്ലീസ് ഒന്ന് വന്നേ. കം. അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എൻ്റെ പേര് വലിച്ചയക്കും. മനസ്സിലാവുന്നില്ലേ? തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേഴ്സും പ്രിൻസിപ്പലും ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകതിരിവ് അത് വേണം. ആ ബോധം. അതിനി നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ലല്ലോ. ഒരുത്തി മടത്തി ചേർന്ന് ഞാൻ എന്താ പുല്ലാങ്കുന്നേലെയാണ് വായ തൂങ്ങി നീ കുറെ കളി കളിച്ചു. ഇനി ഇന്ന് മുതൽ ഞങ്ങൾ കളിക്കാൻ പോവാം. നിനക്ക് എന്താണ് ചെയ്യാണെന്ന് വെച്ചാൽ ചെയ്തോ. യോമാനെ തൊട്ടാൽ നമ്മുടെ കൈ നാറും. എങ്ങനെയായിരുന്നു എന്റെ പെർഫോമൻസ്? കുറച്ച് നാളായിട്ട് യോമാർക്കിട്ട് ഒരു കൊട്ടു കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. യോമാനെ നമുക്ക് ഡീലേ സണിച്ചാ